രാവിലത്തെ ട്രാഫിക് ആകുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂർ ക്രോസ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് യാത്ര തുടങ്ങിയത്. പക്ഷേ ഹൊസൂർ എത്തിയപ്പോഴേക്കും ഗൂഗിൾ ചേച്ചി നമ്മളെ വഴി തിരിച്ചു വിട്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് കുറച്ച് ദൂരത്തേക്കായിരിക്കുമെന്നാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇത് അങ്ങനെയല്ല, കുറേ ദൂരമുണ്ടെന്ന്. സാധാരണ ബാംഗ്ലൂർ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരാറുള്ളത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് വേറൊരു വഴിയിലൂടെ വരേണ്ടി വന്നത്. തിരക്കൊട്ടുമില്ലാത്ത റോഡായിരുന്നെങ്കിലും ചില സ്ഥലത്തൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു. നമ്മുടെ കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായത് കാരണം എനിക്ക് അടി ഇടിക്കുമോ എന്നുള്ള പേടി പല സ്ഥലത്തും ഉണ്ടായി. എങ്ങനെയെങ്കിലും ഹൈവേയിൽ എത്തിയാൽ മതി എന്നായി അവസാനം. അങ്ങനെ ഏകദേശം 35 കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങളൊരു ഹൈവേയുടെ അടുത്തെത്തി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഒരു മനസമാധാനമായത്. ഹൈവേയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ബാംഗ്ലൂർ ക്രോസ് ചെയ്ത് 35 കിലോമീറ്റർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന്. ഇനി അടുത്ത പരിപാടി ഫ്രഷ് ആവുക എന്നുള്ളതാണ്. ഒരു പമ്പിൽ വണ്ടി നിർത്തി ഫ്രഷായി പെട്രോൾ അടിച്ചു. പിന്നെ ഇനി അടുത്ത് കാപ്പി കുടി. ഹൈവേയുടെ സൈഡിൽ തന്നെ കണ്ട ഒരു കടയിൽ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. ദോശയും ഇഡ്ഡലിയും പൂരിയും ഒക്കെയാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 10 മണിയായപ്പോൾ തന്നെ വണ്ടി എടുത്തു. ഇനിയും 500 അടുപ്പിച്ച് കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഹൈവേയിൽ വലിയ തിരക്കൊന്നും കാണത്തില്ല. ഇടയ്ക്ക് ചില ജംഗ്ഷനൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ തിരക്കൊന്നും കാണാറില്ല. ഇനിയൊരു 100 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കർണാടക ബോർഡർ കഴിയും. അതിനു മുമ്പ് പെട്രോൾ അടിക്കണം. കാരണം ഇനി നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ടാണ് കടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പെട്രോളിന് 107 രൂപയാണ്. കർണാടകയിലാണെങ്കിൽ 102 രൂപയാണ്. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് നമുക്ക് 5 രൂപ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ബോർഡറിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ വാഹനങ്ങളും ആന്ധ്രാപ്രദേശിലോട്ട് കടക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിലുള്ള കിയയുടെ പ്ലാന്റിൻ്റെ മുന്നിലാണ്. ലഞ്ചിന് വേണ്ടി ലെമൺ റൈസാണ് കൊണ്ടുവന്നത്. കടും മേടിച്ച് അതും കൂട്ടി കഴിക്കും. അതാണ് നമ്മുടെ സ്ഥിരം പരിപാടി കേട്ടോ. വഴിയരികിൽ നിർത്തി ലഞ്ചും കഴിച്ച് യാത്ര തുടർന്നു. ഇനിയൊരു 300 കിലോമീറ്റർ അടുപ്പിച്ച് പോകാനുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ളതും പാറകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ടെറൈനിലൂടെയാണ്. അതിൻ്റെ കാരണം 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി തണുത്തുറഞ്ഞ ലാവ, അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയുടെ മുകളിലൂടെയാണ്. 6 മണിയായപ്പോൾ വണ്ടി നിർത്തി ഒരു ചായ കുടിച്ചു. 8:30 ആയപ്പോഴേക്കും നമ്മുടെ ടൗൺഷിപ്പിൽ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെ 1370 കിലോമീറ്റർ ഒരു 28-29 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മൾ ഹൈദരാബാദിലെ ഭാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചേർന്നു. ഈ യാത്രയിൽ നമ്മളോടൊപ്പം കൂടിയ എല്ലാവർക്കും താങ്ക് യു.